Hello everyone, welcome to Xylem Teaching Exams. കേട്ടറ്റ് കാറ്റഗറി 3 നാച്ചുറൽ സയൻസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ പ്രധാനപ്പെട്ട ചില പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതിന്റെ റിലേറ്റഡ് ഫാക്റ്റും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും അതിന് കൃത്യമായിട്ടുള്ള പ്രിപ്പറേഷൻ ഒക്കെ നടക്കുന്നുണ്ടെന്ന് അറിയാം. അപ്പോൾ നോക്കാം പ്രധാനപ്പെട്ടത് ഏതൊക്കെയാണ് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഏതൊക്കെ ഏരിയ എന്ന് ചോദിച്ചു, +1 ലെവലാണോ +2 ലെവലാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ഒരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: One of the following characters can be represented by floral formula but not by floral diagram. ഇപ്പോൾ ഫ്ലോറൽ ഡയഗ്രാം, ഫ്ലോറൽ ഫോർമുല എന്താണ് പ്രത്യേകിച്ച് പറയുമ്പോൾ നമ്മൾ +1 വരുന്ന മോർഫോളജി ചാപ്റ്ററിന്റെ ലാസ്റ്റ് 3 പ്ലാന്റ് ഫാമിലീസ് ഒക്കെ പരിചയപ്പെടുത്തുന്നുണ്ട് അല്ലെ. അപ്പൊ ഇപ്പൊ ലേറ്റസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് അനുസരിച്ച് ഒരു 2 ഫാമിലിയൊക്കെ ഒഴിവാക്കി ജസ്റ്റ് ഒരെണ്ണം മാത്രമേ പഠിക്കാനുള്ളൂ. എന്നാൽ പോലും നമ്മൾ പഠിക്കുമ്പോൾ മുൻപേ ഉള്ള NCERT ലെവലിൽ അത്യാവശ്യം ഡീപ്പായിട്ട് തന്നെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പൊ അവിടെ ഫ്ലോറൽ ഡയഗ്രാം എന്താണ്, ഫ്ലോറൽ ഫോർമുല എന്താന്നുള്ളത് ഓർമ്മിക്കാം. ഒരു ഫ്ലവറിൽ കാണപ്പെടുന്ന ക്യാരക്ടേഴ്സിനെ ജസ്റ്റ് സിംബൽസ് ഉപയോഗിച്ച് നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോഴാണ് ഫ്ലോറൽ ഫോർമുല എന്ന് പറയുന്നത് അല്ലെ. അതേ ഫ്ലവറിൽ എങ്ങനെയാണ് അതിന്റെ പെറ്റൽസ്, സെപ്പൽസ്, ഈ ആൻഡ്രീഷ്യം, ഗൈനീഷ്യം ഇതൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്ന് ഡയഗ്രമാറ്റിക് ആയിട്ട് നമ്മൾ ഒരു റെപ്രസെന്റേഷൻ കൊടുക്കുകയാണെങ്കിൽ അതിനെയാണ് ഫ്ലോറൽ ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പോ ഇത് നോക്കണേ, ഈ ഒരു ചിത്രം നോക്കിയേ, ഇതാണ് ഫ്ലോറൽ ഡയഗ്രാം അല്ലെ. അപ്പൊ ഇതിന്റെ തിയറിറ്റിക്കലി നമ്മൾ ഓരോ ഷേപ്പും എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നൊക്കെ പഠിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അറിയാം. ഈ ഏറ്റവും പുറമെ കാണപ്പെടുന്നത് ഏതാണ്? ആ ഫ്ലവറിന്റെ സെപ്പൽസിന്റെ അറേഞ്ച്മെന്റ് ആണ്, കാലിക്സ് അല്ലെ, സെപ്പൽസിന്റെ അറേഞ്ച്മെന്റ് ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ കാണുന്ന വേൾ എന്ന് പറയുന്നത് പെറ്റൽസിന്റെ അറേഞ്ച്മെന്റ് ആണ്. പിന്നെ ഈ കാണുന്ന സ്ട്രക്ചേഴ്സ് എന്തൊക്കെയാണ്? അതിന്റെ ആൻഡ്രീഷ്യം എന്ന് പറയുന്ന ഭാഗമാണ്. നടുക്കുള്ളതാണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്, ഗൈനീഷ്യം എന്ന് പറയുന്നത്. ഗൈനീഷ്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന എന്താണ്? പ്ലാസന്റേഷൻ ആണ്. ഹൗ ഒവ്യൂൾസ് ആർ അറേഞ്ച്ഡ് ഓൺ പ്ലാസന്റ. പ്ലാസന്റേന്റെ മോൾ ഒവ്യൂൾസ് എങ്ങനെ അറേഞ്ച് ചെയ്തു, അതൊക്കെ നമുക്ക് ഒരു ഫ്ലോറൽ ഡയഗ്രാം നോക്കിയാൽ മനസ്സിലാവും അല്ലെ. അപ്പോൾ ഈ ഫ്ലോറൽ ഡയഗ്രത്തിലേക്ക് ഒന്നും കൂടെ വന്നേ, എന്തൊക്കെ കാര്യം മനസ്സിലാക്കാം. ഏറ്റവും പുറമെയുള്ള സാധനം ജസ്റ്റ് ഒന്ന് ലാബൽ ചെയ്യാം. ശരിക്കും ഫ്ലോറൽ ഡയഗ്രാം വരച്ചാൽ ലാബലിംഗ് ഒന്നും വേണ്ട, ഇപ്പൊ ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറയാണ്. ഇതൊക്കെ സെപ്പലിനെയാണ് അറേഞ്ച് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ചിത്രം നോക്കിയാൽ നമുക്ക് ഇവിടെ മനസ്സിലാവും 1 2 3 4 5 സെപ്പൽസ് ഉണ്ട് എന്ന് മനസ്സിലായില്ലേ. ഇത് ഓരോന്നും ഓരോ സെപ്പലിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. 5 സെപ്പൽ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. റെഡി അല്ലേ? ക്ലിയർ അല്ലേ? ഇനി അടുത്തത് നോക്കിയേ, ഈ സെപ്പൽസിനൊക്കെ ഇങ്ങനെ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അർത്ഥം എന്താണ്? 5 സെപ്പൽസ് ഉണ്ടെങ്കിലും 5 സെപ്പൽസ് ഫ്യൂസ്ഡ് ആണ്, ഗ്യാമോസെപ്പാലസ് കണ്ടീഷൻ ആണ്. അത് നമുക്ക് തിയറി പഠിച്ചാൽ മനസ്സിലാവും. അത് ഗ്യാമോ അല്ല, പോളിപെറ്റലസ് ആണ്. ഫ്രീ ആണെങ്കിൽ ഈ ഒരു കണക്ഷനെ നമ്മൾ ഇവിടെ കൊടുക്കൂല അല്ലെ, അങ്ങനെയാണ്. ഇനി അത് നോക്കിയേ, അപ്പൊ 5 എണ്ണം ഉണ്ട്, 5 എണ്ണം ഗ്യാമോസെപ്പാലസ് ആണെന്ന് മനസ്സിലായി. അതേപോലെ തന്നെ ഇതിന്റെ ചിലപ്പം ചില സെപ്പൽസ് ഇങ്ങനെ ഇതിനുള്ളിലേക്ക് ഓവർലാപ്പ് ചെയ്തിട്ടൊക്കെ കൊടുക്കും. അപ്പോൾ സെപ്പൽസിന്റെ അതിനെന്താ പറയാ? ഏസ്റ്റിവേഷൻ എന്ന് പറയും അല്ലെ. ഏസ്റ്റിവേഷൻ എന്ന് പറയുന്നത് വോൾവേറ്റ് ആണോ, ട്വിസ്റ്റഡ് ആണോ, ഇംബ്രിക്കേറ്റ് ആണോ എന്നൊക്കെ നമുക്ക് ഒരു ഫ്ലോറൽ ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ വോൾവേറ്റ് ആണ്, ജസ്റ്റ് മീറ്റ് വൺ അനദർ ആണ്. അതേപോലെ അവിടെ എന്താണ്? ഫ്യൂസ്ഡ് ആണെന്ന് മനസ്സിലാവും. ദെൻ വാട്ട് അബൌട്ട് ദ പെറ്റൽ? അതേപോലെ തന്നെയാണ് പെറ്റൽസിന്റെ നമ്പർ 1 2 3 4 5 അല്ലെ. 5 പെറ്റൽസ് ഉണ്ട്, 5 പെറ്റൽസും ഫ്യൂസ്ഡ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഗ്യാമോ ആണോ, പോളിപെറ്റലസ് ആണോ, അതേപോലെ വോൾവേറ്റ് ആണോ, ട്വിസ്റ്റഡ് ആണോ, ഇംബ്രിക്കേറ്റഡ് ആണോ, വെക്സിലറി ആണോ, ഈ ആസ്റ്റിവേഷൻ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റും അല്ലെ. റെഡി അല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും ഫ്ലോറൽ ഡയഗ്രത്തിൽ നിന്ന് കിട്ടും. ഇനി ഇത് നോക്കിയാൽ എത്ര സ്റ്റേമെൻസ് ഉണ്ട്, ആൻഡ്രീഷ്യത്തിൽ എത്ര സ്റ്റേമെൻസ് ഉണ്ട്, അത് ക്ലിയർ ആണ്. സ്റ്റേമെൻസ് എന്ന് പറയുന്ന സാധനത്തിന് ഇത് അവിടെ കണ്ടില്ലേ, പെറ്റൽസിനോട് അറ്റാച്ച്ഡ് ആണോ എന്ന് പറഞ്ഞാൽ എപ്പിപെറ്റാലസ് എന്ന് പറയുന്ന കണ്ടീഷൻ ആണോ എന്ന്. എങ്ങനെ അറ്റാച്ച്ഡ് ആണ് എപ്പിപെറ്റാലസ് എന്നാ പറയാ, അത് മനസ്സിലാക്കാൻ പറ്റും. നമ്പർ ഓഫ് സ്റ്റേമെൻസ് മനസ്സിലാക്കാം. നമ്പർ ഓഫ് സ്റ്റേമെൻസ് അവർ പരസ്പരം ഫ്യൂസ്ഡ് ആണോ, അവർ ഫ്രീ ആണോ എന്നുള്ളത് നോക്കാം അല്ലെ. അതേപോലെ തന്നെ അവർ പെറ്റൽസിനോട് അറ്റാച്ച്ഡ് ആണോ. ഗൈനീഷ്യം നോക്കിക്കഴിഞ്ഞാൽ ഫീമെയിൽ പാർട്ടാണ്, അതിനകത്തുള്ള പ്ലാസന്റേഷൻ എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമ്മളെ ഇതിന്റെ തന്നെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഇതേപോലെ സിമ്പിൾസ് ഉപയോഗിച്ച് ഇങ്ങനെ എഴുതുന്നതിനെയാണ് നമ്മൾ ഫ്ലോറൽ ഫോർമുല എന്ന് പറയാം. ഇവിടെ ഇപ്പൊ കൊടുത്തതിൽ ബ്രാക്റ്റ് ഉണ്ട്, BR എന്ന് പറഞ്ഞാൽ ബ്രാക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ബ്രാക്റ്റ് ഇല്ലാതിരിക്കാം, അങ്ങനെയാണ് കൊടുത്തത്. ബ്രാക്റ്റ് BR ഓർ EBR എന്ന് പറഞ്ഞാൽ ബ്രാക്റ്റേറ്റ് ഓർ ഇബ്രാക്റ്റേറ്റ്, ബ്രാക്റ്റ് ഉണ്ടാവാം, ഇല്ലാതിരിക്കാം. പിന്നെ ഈ ഫ്ലവറിന്റെ എങ്ങനെയാണ്? ആക്ടിനോമോർഫിക് ആണോ, സൈഗോമോർഫിക് ആണോ, സിമെട്രി ആണോ അവിടെ കാണിച്ചിരിക്കുന്നത്. ഇങ്ങനെ എഴുതിയാൽ ബൈസെക്ഷൽ ഫ്ലവർ ആണ് അല്ലെ. ഇവിടെ K5 ഫ്യൂസ്ഡ് എന്ന് എഴുതിയ അർത്ഥം എന്താണ്? സെപ്പൽസ്, K മീൻസ് സെപ്പൽ ആണ്, K സെപ്പലിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ സെപ്പൽസ് 5 എണ്ണമാണ്, 5 എണ്ണം ഫ്യൂസ്ഡ് ആണ്. അത് ഫ്ലോറൽ ഡയഗ്രത്തിൽ ഫ്ലോറൽ ഫോർമുലയിലുണ്ട്. ദെൻ C എന്താ? C കൊറോള അല്ലെങ്കിൽ പെറ്റൽസിന്റെ കേസ് ആണ്. അവിടെയും 5 എണ്ണം ഉണ്ട്, ഫ്യൂസ്ഡ് ആണ്. A5 എന്ന് പറഞ്ഞാൽ സ്റ്റേമെൻസ് 5 എണ്ണം, ആൻഡ്രീഷ്യത്തിന്റെ സ്റ്റേമെൻസ് 5 എണ്ണം. അവര് ഇങ്ങനെ ബ്രാക്കറ്റ് ഇല്ല, അവര് പരസ്പരം ഫ്യൂസ്ഡ് അല്ല, പക്ഷെ അവര് എന്താണ്? എപ്പിപെറ്റാലസ് ആണ്, ദേ ആർ അറ്റാച്ച്ഡ് ടു പെറ്റൽസ്. ദെൻ ഗൈനീഷ്യം എഴുതി
രണ്ടെണ്ണം ഉണ്ട്. ബൈകാർപ്പിലറി ബ്രാക്കറ്റ് ഇട്ടാൽ സിൻകാർപ്പസ് ആണ്. ഈ താഴെ വരയ്ക്കുന്നതിനൊക്കെ അർത്ഥം എന്താ? ജി എന്ന് എഴുതിയിട്ട് നമുക്കറിയാം താഴെ വരയ്ക്കുന്നു, അതേപോലെ മുകളിൽ വരയ്ക്കാം, ഇങ്ങനെ വരയ്ക്കാം അല്ലെ. അപ്പൊ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ അർത്ഥം എന്താണ്? ഹൈപ്പോഗൈനസ് ആയിട്ടുള്ള ഫ്ലവർ എന്നാണ് അർത്ഥം. ഹൈപ്പോഗൈനസ് ആണ്. കാരണം ഓവറിന്റെ പൊസിഷൻ, ഓവറി എങ്ങനെയാണ്? ഓവറി ആണ് മുകളിൽ. ജി മീൻസ് ഗൈനീഷ്യത്തിന്റെ ഭാഗമായിട്ട് ഓവറി എടുക്കുക. ഓവറി ആണ് സുപ്പീരിയർ അല്ലെ, ഹൈപ്പോഗൈനസ്. ഇതെന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്? എപ്പിഗൈനസ് കണ്ടീഷൻ ആണ് കാണിക്കുന്നത്. എപ്പിഗൈനസ് കണ്ടീഷൻ ആണ് എന്ന് പറഞ്ഞാൽ ഓവറി എവിടെയാണ്? ഓവറി ഇൻഫീരിയർ ആണ്, ഓവറി താഴെയാണ്, ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ മുകളിലാണ്. ഇതെന്തിനാ കാണിക്കുന്നത്? പെരിഗൈനസ് ആണ്. പെരിഗൈനസ് ആണ്. അപ്പൊ ഓവറി സുപ്പീരിയർ അല്ല, ഇൻഫീരിയർ അല്ല, ഒരു ഇടയിൽ ഹാഫ് ഇൻഫീരിയർ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ എടുക്കുക. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഫ്ലോറൽ ഫോർമുലയിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, റെഡി? യെസ്. അപ്പൊ ഇവിടെ ഇനി ഒന്നും കൂടെ ഇനി ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഫ്ലോറൽ ഫോർമുലയിൽ റെപ്രസെന്റ് ചെയ്യുന്ന, ഓക്കെ, വൺ ഓഫ് ദ ഫോളോയിങ് ക്യാരക്ടർ ക്യാൻ ബി റെപ്രസെന്റഡ് ബൈ ഫ്ലോറൽ ഫോർമുല. ഫ്ലോറൽ ഫോർമുലയിൽ റെപ്രസെന്റ് ചെയ്യാൻ നമുക്ക് പറ്റും എന്ന് പറയുന്നു, പക്ഷെ ഫ്ലോറൽ ഡയഗ്രത്ത് പറ്റുന്നില്ല എന്ന് പറയുന്നു. അങ്ങനെ ഒരു ക്യാരക്ടർ എന്താ? പൊസിഷൻ ഓഫ് ദ ഗൈനീഷ്യം. പൊസിഷൻ ഓഫ് ദ ഗൈനീഷ്യം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഹൈപ്പോഗൈനസ് ആണോ, എപ്പിഗൈനസ് ആണോ, പെരിഗൈനസ് ആണോ എന്ന് നോക്കുന്ന കണ്ടീഷൻ അല്ലെ. അപ്പൊ ഇത് ഫ്ലോറൽ ഫോർമുലയിലും ഉണ്ട്. ഓക്കെ, ഫ്ലോറൽ ഡയഗ്രത്തിൽ ഇല്ലാത്തതാണ് ചോദിച്ചത്. അടുത്ത ഓപ്ഷൻ കൂടെ നോക്കാം. ആസ്റ്റിവേഷൻ. ആസ്റ്റിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ വോൾവേറ്റ് ട്വിസ്റ്റഡ് ആണോ, ഇംബ്രിക്കേറ്റ് ആസ്റ്റിവേഷൻ ആണോ എന്നുള്ളതാണ്. ഓക്കെ, റെഡി അല്ലേ? അപ്പോൾ അത് ഫ്ലോറൽ ഡയഗ്രത്തിൽ ഉണ്ട്. ഫ്ലോറൽ ഡയഗ്രം കണ്ടാൽ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. പ്ലാസന്റേഷൻ, നടുഭാഗം നോക്കിയാൽ പ്ലാസന്റേഷൻ ഫ്ലോറൽ ഡയഗ്രത്തിൽ ക്ലിയർ ആണ്. ഫ്യൂഷൻ ഓഫ് സ്റ്റേമൻ, സ്റ്റേമൻസ് ഫ്യൂസ്ഡ് ആണെങ്കിലൊക്കെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കും, ചിത്രത്തിൽ മനസ്സിലാക്കാൻ പറ്റും അല്ലെ. അപ്പൊ ഇവിടെ എന്താണത്? പൊസിഷൻ ഓഫ് ഗൈനീഷ്യം എന്ന് പറയുന്ന ഒരു സാധനം, ഈ വരയ്ക്കുന്ന സംഭവം, ഇത് ഫ്ലോറൽ ഡയഗ്രത്തിൽ ഇതിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റൂല. പ്ലാസന്റേഷനാ കാണിക്കുക. എത്ര ചാമ്പർ ഉണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഫ്യൂസ്ഡ് ആണോ അല്ലോ എന്നൊക്കെ മനസ്സിലാക്കാം. പക്ഷേ പൊസിഷൻ ഓഫ് ഗൈനീഷ്യം എന്ന് പറയുന്ന സാധനം നമുക്ക് ഫ്ലോറൽ ഫോർമുലയിലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ, ഫ്ലോറൽ ഡയഗ്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഓക്കെ, അപ്പൊ അതാണ് ആൻസർ. ക്ലിയർ ആയെന്ന് വിചാരിക്കാം. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, നേറ്റാലിറ്റി എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് പോപ്പുലേഷൻ റെഫേഴ്സ് ടു. അപ്പോൾ പോപ്പുലേഷൻ എന്നുള്ളത് കാണുമ്പോൾ തന്നെ നമുക്ക് ചാപ്റ്ററിന്റെ പേര് മനസ്സിലാക്കണം. ഇതൊരു +2 ലെവൽ ടെക്സ്റ്റ് വരുന്നതാണ്. ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. അതിൽ പറയുന്ന ഫാക്ട് ആണിത്. നേറ്റാലിറ്റി എന്നുള്ള വാക്ക് എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ വായിക്കാം. ദ ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻ എ പോപ്പുലേഷൻ ഡ്യൂറിങ് എ ഗിവൺ പീരീഡ്. ഒരു ഗിവൺ പീരീഡിൽ ഒരു പോപ്പുലേഷനിലേക്ക് കൂടുതലായിട്ട് അളവ് അല്ലെ, കൂടുതലായിട്ട് കൂടുന്ന, അല്ലെങ്കിൽ ആ പോപ്പുലേഷനിൽ കൂടുന്ന ആൾക്കാരുടെ എണ്ണമാണോ, എണ്ണം കൂടുന്നതിനെയാണോ? ടോട്ടൽ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ പ്രസന്റ് പെർ യൂണിറ്റ് ഏരിയ അറ്റ് എ ഗിവൺ ടൈം. ഒരു ഗിവൺ ടൈമിൽ ഒരു ഏരിയയിൽ കാണുന്ന എല്ലാവരെയും റെപ്രസെന്റ് ചെയ്യുന്ന ടേം ആണോ? നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ ദാറ്റ് ഹാവ് കം ഇൻ ടു ദ ഹാബിറ്റേറ്റ് ഡ്യൂറിങ് എ ഗിവൺ പീരീഡ്. ഒരു സമയത്ത് നിലവിൽ ഒരു പോപ്പുലേഷനിലേക്ക് കൂടുതലായിട്ട് വന്നു ചേരുന്ന ആൾക്കാരാണ്, പുറമേ നിങ്ങോട്ട് വരുന്ന ആൾക്കാരുടെ എണ്ണത്തിനെയാണോ? ദ മാക്സിമം നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ ഓഫ് എ പോപ്പുലേഷൻ ദാറ്റ് ക്യാൻ ബി സസ്റ്റെയിൻഡ് ഇൻഡെഫിനിറ്റ്ലി ഇൻ എ ഗിവൺ ഹാബിറ്റേറ്റ്. ഒരു ഹാബിറ്റേറ്റിൽ മാക്സിമം നിൽക്കാൻ പറ്റുന്ന ആൾക്കാരുടെ എണ്ണത്തിനെയാണോ എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ 2-3 ടേംസ് നമ്മൾ പഠിക്കണം. ഒന്ന് നാറ്റാലിറ്റി ആണ്, ഒന്ന് മോർട്ടാലിറ്റി ആണ്, ഒന്ന് ഇമിഗ്രേഷൻ, അടുത്തത് എമിഗ്രേഷൻ. അങ്ങനെ ഒരു 4 വേർഡ് പഠിച്ചു വെച്ചാൽ സിമ്പിൾ ആണ്. മോർട്ടാലിറ്റി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഈ മോർട്ടാലിറ്റി എന്ന് പറയുന്ന വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അതില് നഷ്ടപ്പെടുന്നവരാണ്, മരിച്ചു പോവുക എന്നുള്ള അർത്ഥത്തിൽ, നശിച്ചു പോവുക എന്ന് പറയുന്ന അർത്ഥം അല്ലെ. ഡെത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. എന്തിനാണ് സൂചിപ്പിക്കുന്നത്? ഡെത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. മോർട്ടാലിറ്റി, മോർച്ചറി എന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് ആലോചിച്ചാൽ അറിയാം. അപ്പൊ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നേറ്റാലിറ്റി. നേറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ ബർത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിലവിൽ ഒരു പോപ്പുലേഷൻ ഉണ്ട്, പോപ്പുലേഷൻ കുറച്ച് ആൾക്കാരുണ്ട് അല്ലെ. ഒരു ഏത് ജീവിനെയാണെങ്കിൽ പോപ്പുലേഷൻ, ആ പോപ്പുലേഷനിലുള്ള യങ് വൺസ് അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ്ലി മെച്ചുർ ആയ മെയിലും ഫീമെയിലും ആ പോപ്പുലേഷൻ ഉണ്ടെങ്കിൽ അവർ കൂടി ചേരുമ്പോൾ അവർക്ക് പുതിയ ഇൻഡിവിജ്വൽസ് ഉണ്ടാവും, പുതിയ കുഞ്ഞുങ്ങളുണ്ടാവും. പുതുതായിട്ട് ജനിക്കുന്നവർ, അത് ആ പോപ്പുലേഷന്റെ സൈസ് കൂട്ടാൻ സഹായിക്കുന്നവരാണ്. അതിനെയാണ് നമ്മൾ നാറ്റാലിറ്റി എന്ന് പറയാം. ബർത്ത് റേറ്റിനെയാണ് നാറ്റാലിറ്റി. അതിന്റെ നേരെ ഓപ്പോസിറ്റ്, ആ പോപ്പുലേഷനിൽ കുറെ ആൾക്കാർ ഇങ്ങനെ ചത്തുപോവാണെങ്കിലോ പോപ്പുലേഷന്റെ സൈസ് കുറയും അല്ലെ. അപ്പൊ അതിനെയാണ് മോർട്ടാലിറ്റി. ഇമിഗ്രേഷൻ ആൻഡ് എമിഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഇതേപോലെ റിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു ടേം ആണ് ഇമിഗ്രേഷൻ. ഇമിഗ്രന്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മറ്റൊരു സ്ഥലത്തുനിന്ന് ഈ പോപ്പുലേഷനിലേക്ക് വന്നു ചേരുന്ന ആൾക്കാർക്കാണ് ഇമിഗ്രേഷൻ എന്ന് പറയാം. ഇനി അപ്പൊ അത് പോപ്പുലേഷന്റെ സൈസ് കൂടാനാണ് സഹായിക്കുക. ഇനി ഈ പോപ്പുലേഷൻ കുറച്ച് ആൾക്കാർ പുറത്തേക്ക് പോവാന്ന് വിചാരിക്കാം, അതിന് എമിഗ്രേഷൻ, ലെഫ്റ്റ് ചെയ്ത് പോവാണ്. അപ്പൊ എമിഗ്രേഷൻ അവരെന്താ? പോപ്പുലേഷന്റെ സൈസ് കുറയാനാണ് സഹായിക്കുക. അപ്പൊ ഇവിടെ നമ്മൾ എന്താണ് ആൻസർ കൊടുക്കുക? നാറ്റാലിറ്റി ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് പോപ്പുലേഷൻ. ഇവിടെ കൊടുക്കാൻ പറ്റിയ ബെസ്റ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ആണ് ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് പോപ്പുലേഷൻ. എങ്ങനെയാണ് പോപ്പുലേഷന്റെ സൈസ്, ഇൻഡിവിജ്വൽസിന്റെ എണ്ണം കൂടുന്നത്? ബർത്ത് നടക്കുന്നുണ്ട്. നമ്പർ ഓഫ് ബർത്ത്, ആ ബർത്തിന് പറയുന്ന പേരാണ്
natality. Okay, natality എന്നാണ് പറയാ. The natality refers to number of birth during given period in the population that are added to initial density. ആദ്യമുള്ളവരുടെ കൂടെ അപ്പം എണ്ണം കൂടും. മോർട്ടാലിറ്റി നേരെ ഓപ്പോസിറ്റ് ആണ്. നമ്പർ ഓഫ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഇത് ബർത്ത് ആണെങ്കിൽ ഇത് നമ്പർ ഓഫ് ഡെത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇമിഗ്രേഷൻ, നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ ഓഫ് ദ സെയിം സ്പീഷീസ് ദാറ്റ് ഹാവ് കം ഇൻ ടു ദ ഹാബിറ്റേറ്റ്, അതിലേക്ക് കടന്നു വരുന്ന ആൾക്കാർ, അത് എണ്ണം കൂട്ടും. എമിഗ്രേഷൻ എന്ന് പറഞ്ഞാലോ പോപ്പുലേഷൻ ഹു ലെഫ്റ്റ് ദ ഹാബിറ്റേറ്റ്. ഇതിൽ പോപ്പുലേഷന്റെ സൈസ് കൂട്ടാൻ സഹായിക്കുന്നവരെ നമുക്ക് പ്ലസ് സിമ്പിൾ കൊടുക്കുകയാണെങ്കിൽ ഇത് പ്ലസ് ആണ് അല്ലെ, ഇതോ മൈനസ് ആണ്. ഇത് പ്ലസ് ആണ്. ഇമിഗ്രേഷൻ എന്ന് പറഞ്ഞാൽ പ്ലസ് ആണ്, എമിഗ്രേഷൻ എന്താണ്? മൈനസ് ആണ്. പോപ്പുലേഷൻ സൈസ് കൂടാൻ. അപ്പൊ നമ്മൾ തന്നെ ടെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ചിത്രം കാണാൻ ഇങ്ങനെ പോപ്പുലേഷന്റെ സൈസ് എന്ന് പറഞ്ഞുകൊണ്ട് നടുക്ക് കൊടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ഒരു 4 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നാറ്റാലിറ്റി, ഈ ഭാഗത്ത് നാറ്റാലിറ്റി എന്ന് കൊടുത്ത കാണാം. അതേപോലെ ഇവിടെ മോർട്ടാലിറ്റി, ഓക്കെ, മോർട്ടാലിറ്റി. ദെൻ ഇവിടെ ഇമിഗ്രേഷൻ ആൻഡ് എമിഗ്രേഷൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പോപ്പുലേഷനിലേക്ക് വരുന്നവരാണോ അല്ലയോ എന്ന് എഴുതണം. നാറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? പോപ്പുലേഷനിലേക്ക് വരുന്നവരാ. അപ്പൊ ഏരോ മാർക്ക് ഇങ്ങനെ അല്ലെ, അപ്പൊ അവിടെ പ്ലസ് സൈസ് കൂടും. മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് പോകുന്ന ആൾക്കാരാണ്, ചത്തുപോവാണ് അല്ലെ, അപ്പൊ എങ്ങനെയാണ്? ഇത് നെഗറ്റീവ് ആണ്. ഇമിഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരുന്ന ആൾക്കാരാണ്, അപ്പൊ അത് പ്ലസ് ആണ്. എമിഗ്രേഷൻ എന്ന് പറഞ്ഞാൽ പോകുന്ന ആൾക്കാരാണ്, അത് മൈനസ് ആണ്. ഓക്കെ, അപ്പൊ പോപ്പുലേഷൻ സൈസിനെ കൂട്ടാനും കുറയ്ക്കാനും സഹായിക്കുന്നവർ ഏതൊക്കെയാന്നുള്ളത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് among the following statement is not applicable to filiform apparatus? ഫിലിഫോം അപ്പാരറ്റസുമായിട്ട് ബന്ധമില്ലാത്തത്. ഫിലിഫോം അപ്പാരറ്റസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? സെക്ഷുവൽ റീപ്രൊഡക്ഷനിൽ വരുന്നതാണ്. ആരതാണ്? ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് അല്ലെ, ഓഫ് പ്ലാന്റ്സിന്റെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ, ഫ്ലവറിംഗ് പ്ലാന്റ്സിന്റെ സെക്ഷുവൽ റീപ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ പഠിക്കുന്നതാണ്. ഒവ്യൂളിന്റെ, എംബ്രിയോ സാക്കിന്റെ ഒക്കെ സ്ട്രക്ചർ പഠിക്കുമ്പോഴതാണ് അല്ലെ. ഫിലിഫോം അപ്പാരറ്റസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പെഷ്യൽ മാസ് ഓഫ് ടിഷ്യൂസ് ആണ്, ഫൗണ്ട് നിയർ ടു സൈനർജിഡ്സിന്റെ അടുത്താണ്. അവിടെയാണ് പോളൻ ട്യൂബ് വഴി വരുന്ന മെയിൽ ഗ്യാമീറ്റ്സ് റിലീസ് ചെയ്യുന്നത്. അതിനെ എഗ്ഗിലേക്ക് വഴികാട്ടി കൊണ്ടുപോകുന്ന ഫിലിഫോം അപ്പാരറ്റസ് ആണ്. ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ ആണെന്ന് പറഞ്ഞു. അപ്പൊ ആരുടെ അടുത്താണ്? അത് എഗ് അപ്പാരറ്റസിന്റെ അടുത്താണ്. എഗ് ആൻഡ് സൈനർജിഡ്സ് ചേരുന്നതിന്റെ അടുത്ത് സൈനർജിഡ്സിന്റെ അടുത്തായിട്ടാണ് കാണുന്നത്. സോ ഇറ്റ് ഈസ് എ സ്പെഷ്യൽ സെല്ലുലാർ തിക്കനിങ് അറ്റ് ദ ടിപ്പ് ഓഫ് ആന്റിപോഡൽസ് എന്നാണ് പറയുന്നത്. ആന്റിപോഡൽസ്, ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താ? നോട്ട് അപ്ലിക്കബിൾ ആണ്, അപ്ലിക്കബിൾ അല്ലാത്തത്. ആന്റിപോഡൽസ് ഓർമ്മയുണ്ടോ? ഒരു എംബ്രിയോ സാക്ക് വരയ്ക്കുകയാണെങ്കിൽ ഇത് എഗ്, ഇത് 2 സൈനർജിഡ്സ് അല്ലെ. ഇത് എഗ്ഗാന്ന് വിചാരിക്കുക, ഇത് രണ്ടും എന്താണ്? സൈനർജിഡ്സ് ആണ്, സൈനർജിഡ്സ്. അപ്പോ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് മുകളിൽ കാണപ്പെടുന്ന 3 ഒരേപോലെയുള്ള സെൽസ് ഉണ്ട്. അവരെയാണ് നമ്മൾ എന്ത് പറയാ? ആന്റിപോഡൽസ് എന്ന് പറയുന്നത്. അതിനെയാണ് ആന്റിപോഡൽസ് എന്ന് പറയാം. അപ്പൊ ഇവിടെ ഈ ഭാഗത്ത് കാണപ്പെടുന്ന ഇതാണെന്ത്? ഫിലിഫോം അപ്പാരറ്റസ് എന്ന് പറയുന്ന സാധനം. ഫിലിഫോം അപ്പാരറ്റസ് എന്ന് പറയുന്ന സംഭവം, ഫിലിഫോം അപ്പാരറ്റസ്. റെഡി അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. അപ്പം ഇവിടെ നോക്കിയേ, നോട്ട് അപ്ലിക്കബിൾ ആണ്. സെല്ലുലാർ തിക്കനിങ് അറ്റ് ദ ടിപ്പ് ഓഫ് ആന്റിപോഡൽസിന് അടുത്തുള്ളതാണോ? അല്ല. അത് തന്നെയാണ് ഇവിടുത്തെ തെറ്റായ പ്രസ്താവന, ആൻസർ. ബാക്കിയുള്ളൊക്കെ ശരിയാണ്. വായിക്കാം. ഇറ്റ് ഗൈഡ് ദ പോളൻ ട്യൂബ് ഇൻ ടു സൈനർജിഡ്സ്. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് പോളൻ ട്യൂബിനെ ഇതിലേക്ക് എഗ്ഗിലേക്ക് ലീഡ് ചെയ്യാൻ സഹായിക്കുന്നു. ശരിയാണ്. യൂസ്ഫുൾ ഫോർ അബ്സോർപ്ഷൻ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് മെറ്റീരിയൽ ഫ്രം ദ ന്യൂസെല്ലസ് ടു എംബ്രിയോ സാക്ക്. ന്യൂസെല്ലസിന് കൂടെയുള്ള സാധനത്തിന് ഇതിന്റെയൊക്കെയുള്ള എൻട്രിക്ക് അത് സഹായിക്കുന്നു എന്ന് പറഞ്ഞാൽ ശരിയാണ്. ഇറ്റ് ഹെൽപ്സ് ഇൻ ദ ലിബറേഷൻ ഓഫ് മെയിൽ ഗ്യാമീറ്റ് ഫ്രം ദ പോളൻ ട്യൂബ്. പോളൻ ട്യൂബിനകത്തുള്ള മെയിൽ ഗ്യാമീറ്റിനെ ഇവിടെ ലിബറേറ്റ് ചെയ്യാൻ, റിലീസ് ചെയ്യാൻ സഹായിക്കുന്നു എന്ന് പറഞ്ഞാൽ ശരിയാണ്. അപ്പൊ ഇവിടെ ഇതാണ് ആന്റിപോഡൽ ആയിട്ട് റിലേറ്റഡ് അല്ല, സൈനർജിഡ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഭാഗമാണ് ഫിലിഫോം അപ്പാരറ്റസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഫാദർ ഓഫ് ബയോഡൈവേഴ്സിറ്റി. അപ്പൊ നമ്മൾ +2 ചാപ്റ്ററിലൊക്കെ ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ ലാസ്റ്റിലേക്ക് വരുന്ന ഒരു ചാപ്റ്റർ ആണ്. അവിടെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അവിടെ എന്താണ്? ഫാദർ ഓഫ് ബയോഡൈവേഴ്സിറ്റി. ശരിക്കും ഫാദർ ഓഫ് ബയോഡൈവേഴ്സിറ്റി എന്ന് എടുത്ത് ആ ചാപ്റ്ററിൽ പറയുന്നില്ലെങ്കിലും ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു ടേമിന് കുറച്ചും കൂടി ഒരു പോപ്പുലറൈസേഷനിലേക്ക് പോപ്പുലാരിറ്റി കൊടുത്ത ആളാരാണ് എന്ന് ചോദിക്കുമ്പോൾ ഒക്കെ പറയുന്ന ആൻസർ തന്നെയാണ് ഫാദർ ഓഫ് ബയോഡൈവേഴ്സിറ്റി. ആൻസർ എന്താണ്? എഡ്വേർഡ് ഒ വിൽസൺ എന്ന് പറയുന്ന ആളാണ്. ഓക്കെ, എഡ്വേർഡ് ഒ വിൽസൺ. അപ്പം ഇവിടെ നോക്കുക, ഇതില് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ടേം ആരാണ്? ഓക്കെ, ടേം ആരാണ് കോയിൻ ചെയ്തത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പൊ അവിടെ ദ ടേം, ഓക്കെ, ഒരു സെക്കൻഡ്, ദ ടേം ബയോഡൈവേഴ്സിറ്റി അങ്ങനെയാണ് ചോദിക്കുന്നതെങ്കിൽ ദ ടേം ബയോഡൈവേഴ്സിറ്റി കോയിൻഡ് ബൈ, ഓക്കെ, കോയിൻഡ് ബൈ ചോദിച്ചാൽ ആരാണ് ആൻസർ എന്ന് വെച്ചാൽ അത് വാൾട്ടർ ജി റോസൻ എന്ന് പറയുന്ന ആളാണ്. ഓക്കെ, നോട്ട് ചെയ്യാം. ഫാദർ ഓഫ് ബയോഡൈവേഴ്സിറ്റി ചോദിച്ചാല് എഡ്വേർഡ് ഒ വിൽസൺ പറയാം.
എഡ്വേർഡ് വിൽസന്റെ പേര് നമ്മൾ NCERT ടെക്സ്റ്റ് മെൻഷൻ ചെയ്യുന്നുണ്ട്. പക്ഷെ വാൾട്ടർ ജി റോസന്റെ പേരും മെൻഷൻ ചെയ്യുന്ന ടേംസ് ആണ് SCERT ടെക്സ്റ്റ് ബുക്കിലൊക്കെ മെൻഷൻ ചെയ്യുന്ന പേരാണ്. വാൾട്ടർ ജി റോസ് എന്ന് പറഞ്ഞാൽ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ഈ ടേം ആദ്യമായിട്ട് ഉപയോഗിച്ച ആളാണ്. ആദ്യമായിട്ട് ഫസ്റ്റ് യൂസ്ഡ് എന്ന് ചോദിക്കുക, ഫസ്റ്റ് യൂസ്ഡ് അല്ലെങ്കിൽ കോയിൻഡ് ബൈ എന്ന് പറഞ്ഞാൽ വാൾട്ടർ ജി റോസൻ എന്ന് പറയുന്ന ആളാണ്. ഓക്കെ, റെഡി അല്ലേ? ഏണസ്റ്റ് ഹെയ്ക്കൽ എന്ന് പറയുന്ന ആളും ഒരു ബന്ധമുണ്ട്. എന്താണ് ദ ടേം? ഒരു ടേം തന്നെയാണ് ദ ടേം ഇക്കോളജി. ഓക്കെ, ഇക്കോളജി കോയിൻഡ് ബൈ, ഇക്കോളജി എന്ന് പറയുന്ന പേരാണ് ആദ്യമായിട്ട് യൂസ് ചെയ്തത് ആരെന്നാണെങ്കിൽ ഏണസ്റ്റ് ഹെയ്ക്കലിന്റെ പേര് പറയാം. ദെൻ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ടേം ആണെങ്കിൽ വാൾട്ടർ ജി റോസൻ എന്ന് പറയുന്നത് നോട്ട് ചെയ്ത് വെക്കാം. ഇനി ഇക്കോസിസ്റ്റം എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. ഇക്കോസിസ്റ്റം ടേം ആണ് ഫസ്റ്റ് കോയിൻ ചെയ്തത് ആരാന്ന് ചോദിച്ചാൽ അത് ആർതർ ടാൻസ്ലി എന്ന് പറയുന്ന ആളാണ് കേട്ടോ. ആർതർ ടാൻസ്ലി ആണ്. അപ്പോൾ ഒക്കെ നോട്ട് ചെയ്ത് വെക്കാം. എല്ലാം ഇക്കോളജി ബയോഡൈവേഴ്സിറ്റി ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ടേംസ് ആണ്. ദ ഫാദർ ഓഫ് ബയോഡൈവേഴ്സിറ്റി എന്നതാണ് എഡ്വേർഡ് ഒ വിൽസൺ എന്ന് പറയുന്നത്. ഓക്കെ, റെഡി അല്ലേ? ക്ലിയർ? യെസ്. അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇത് അവിടെ ഉണ്ട്, ടെക്സ്റ്റിൽ കൊടുത്ത വേണമെങ്കിൽ ഒന്ന് വായിക്കാം. ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻ അവർ ബയോസ്ഫിയർ, എന്താണ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ജൈവ വൈവിധ്യം എന്ന് മലയാളത്തിൽ പറയാം അല്ലെ. ബയോസ്ഫിയർ ഇമ്മൻസ് ഡൈവേഴ്സിറ്റി ഓർ ഹെട്രോജെനിറ്റി എക്സിസ്റ്റ് നോട്ട് ഓൺലി അറ്റ് ദ സ്പീഷീസ് ലെവൽ ബട്ട് അറ്റ് ഓൾ ദ ലെവൽസ് ഓഫ് ബയോളജിക്കൽ ഓർഗനൈസേഷൻ റേഞ്ചിങ് ഫ്രം macromolecules within cells to biome. Biodiversity is the term popularized by the sociobiologist Edward Wilson, okay, to describe the combined diversity at all the levels of biological organization. അപ്പോൾ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ആ ടേമിനെ അല്ലെ പോപ്പുലറൈസ്ഡ് ആക്കിയതാണ് ആര്? എഡ്വേർഡ് വിൽസൺ എന്ന് പറയുന്ന ആള്. അപ്പോൾ ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ജീവികളിലുള്ള ഡൈവേഴ്സിറ്റി മാത്രമല്ല, ജനറ്റിക് ഡൈവേഴ്സിറ്റി, സ്പീഷീസ് ഡൈവേഴ്സിറ്റി, ഇക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ഹെഡിങ്ങിനായിട്ടുള്ളത് കാണാം. കാരണം ജീവികൾ ജീവിക്കുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള ഇക്കോ സിസ്റ്റം ഉണ്ടാവും, ഹാബിറ്റേറ്റ് ഉണ്ടാവും അല്ലെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് പറഞ്ഞ ഫോറസ്റ്റ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു എൻവയോൺമെന്റ് കാര്യങ്ങളല്ല ഇപ്പൊ ഡെസേർട്ട് എന്ന് പറയുമ്പോൾ ഉണ്ടാവുക, അതുപോലെയല്ല തുന്ദ്ര എന്ന് പറയുമ്പോൾ ഉണ്ടാവുക, അതല്ല ഗ്രാസ് ലാൻഡ് എന്ന് പറയുമ്പോൾ അല്ലെ. അപ്പൊ പോളാർ റീജിയൻ എന്ന് പറയുമ്പോൾ അപ്പൊ അങ്ങനെ ഓരോ സ്ഥലത്തും ഉണ്ടാകുന്ന ടെമ്പറേച്ചർ ആണെങ്കിലും എമൗണ്ട് ഓഫ് പ്രസിപ്പിറ്റേഷൻ ആണെങ്കിലും എല്ലാം ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അവിടെ ഡിഫറെന്റ് ആണ്. അപ്പൊ അതിനനുസരിച്ച് അവിടെ സപ്പോർട്ട് ചെയ്യുന്ന ജീവികളാണ് ഉണ്ടാവുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു മാംഗോ ട്രീ എടുക്കുകയാണെങ്കിലും മാംഗോയിൽ തന്നെ ഓരോ വെറൈറ്റിയാണ് അല്ലെ. നിങ്ങൾക്ക് അറിയാലോ മാംഗോന് തന്നെ പല വെറൈറ്റിയാണ് നമ്മൾ മാർക്കറ്റിൽ കാണുന്നത്. അതേപോലെ അത്രയും ഈ ലിവിങ് മൈക്രോ ഓർഗാനിസത്തിന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, പ്ലാന്റ്സിനെ നോക്കിയാലും അനിമൽസിനെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിലും ഒരുപാട് വെറൈറ്റി കാര്യങ്ങൾ കാണാം. അത് അതിന്റെ ജനറ്റിക് ലെവൽ എന്ന് പറഞ്ഞാൽ എന്താ? ജനിതകപരമായിട്ട് ജനറ്റിക് ഡൈവേഴ്സിറ്റി കാണാം അവരുടെ ഇടയിൽ. സ്പീഷീസിലുള്ള ഡൈവേഴ്സിറ്റി നമുക്ക് കാണാൻ പറ്റും. ഇക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി എവിടെയാണ്? ഇപ്പൊ റെയിൻ ഫോറസ്റ്റ്, ഡെസേർട്ട്, മാൻഗ്രൂവ്സ് അല്ലെ, കോറൽ റീഫ്, വെറ്റ്ലാൻഡ്, എസ്റ്റുറീസ് എന്നൊക്കെ പറയുന്ന സമയത്ത് എല്ലാം ഡിഫറെന്റ് ആയിട്ടുള്ള ഇക്കോസിസ്റ്റം ആണ്. അവിടെയൊക്കെ വെറൈറ്റി അതിനനുസരിച്ചുള്ള ജീവജാലങ്ങളൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, റെഡി? അപ്പൊ ഇതിനെയൊക്കെ കൂടെ ഇത്രയൊരു പോപ്പുലാരിറ്റി ആ വേർഡിന് കൊടുത്ത ആള്, അപ്പൊ ഫാദർ ഓഫ് ബയോഡൈവേഴ്സിറ്റി ചോദിച്ചാൽ ആൻസർ എഡ്വേർഡ് വിൽസൺ. വാൾട്ടർ ജി റോസൻ എന്ന് പറയുന്ന ആളാണ് ദ ടേം ബയോഡൈവേഴ്സിറ്റി ഫസ്റ്റ് യൂസ് ചെയ്ത ആള്. അടുത്ത ക്വസ്റ്റ്യൻ, 70S റൈബോസോംസ് ആർ സീൻ ഇൻ 70S റൈബോസോം, 80S റൈബോസോം നമ്മൾ പറയാറുണ്ട് അല്ലെ. 80S റൈബോസോം എന്ന് പറയും. എങ്ങനെയാണ് നോട്ട് ചെയ്ത് വെക്കുന്നത്? എന്താണ് വ്യത്യാസം? റൈബോസോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? റൈബോസോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റൈബോസോം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സെൽ ഓർഗനൽ അല്ലെ. സെൽ ഓർഗനൽ ആണ്. അത് ആദ്യം നോട്ട് ചെയ്ത് വെക്കാം. ഈ സെൽ ഓർഗനലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസന്റ് ഇൻ ബോത്ത്, എവിടെയൊക്കെ കാണാം? എല്ലാ സെൽസിലും കാണാൻ പറ്റും. പ്രസന്റ് ഇൻ ബോത്ത്. ഓക്കെ, എവിടെയൊക്കെ കാണാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രസന്റ് ഇൻ ബോത്ത് പ്രോകാരിയോട്സ് ആൻഡ് യൂകാരിയോട്സ്. പ്രോകാരിയോട്സിലും കാണാം, യൂകാരിയോട്സിലും കാണാൻ പറ്റുന്ന ഒരേ ഒരു സെൽ ഓർഗനൽ ആണ് റൈബോസോം. നോർമലി എല്ലാ സെൽ ഓർഗനലും കാണുന്നത് യൂകാരിയോട്സിലാണ്. വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ്, അതർ സെൽ ഓർഗനൽസ് ഒക്കെ കാണുന്നത് യൂകാരിയോട്സിലാണ്. പക്ഷേ പ്രോകാരിയോട്സിലും കാണപ്പെടുന്ന ഒരേ ഒരു സെൽ ഓർഗനലാണ് റൈബോസോം എന്ന് പറഞ്ഞാൽ. ആൻഡ് റൈബോസോം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഓർമ്മിച്ച് വെക്കേണ്ട സാധനമാണ് എന്ത്? റൈബോസോം ഇസ് കോൾഡ് പ്രോട്ടീൻ ഫാക്ടറി അല്ലെ. പ്രോട്ടീൻ ഫാക്ടറി എന്ന് പറയുന്നു എന്തുകൊണ്ടാണ്? ബിക്കോസ് ദേ ഇൻവോൾവ് ഇൻ പ്രോട്ടീൻ സിന്തസിസ്. സെല്ലില് പ്രോട്ടീൻ സിന്തസിസ് നടത്താൻ ഹെൽപ്പ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള സെൽ ഓർഗനലാണ് റൈബോസോം. അതുകൊണ്ട് പ്രോട്ടീൻ ഫാക്ടറി എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. എല്ലാത്തിലും യൂകാരിയോട്സിലും പ്രോകാരിയോട്സിലും ഒക്കെ ഉണ്ടെങ്കിലും ചെറിയ വ്യത്യാസമുണ്ട് അല്ലെ. ആ വ്യത്യാസമാണ് നമ്മളിവിടെ 70S 80S എന്ന് എഴുതിയത്. പ്രോകാരിയോട്സിൽ കാണപ്പെടുന്ന റൈബോസോംസിനെയാണ് നമ്മൾ 70S റൈബോസോംസ് എന്ന് പറയാം. യൂകാരിയോട്സിൽ കാണപ്പെടുന്ന റൈബോസോംസിനെയാണ് നമ്മൾ
ATS റൈബോസോം എന്ന് പറയാം. അപ്പം ഓർമ്മിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് യൂക്കാരിയോട്ട് എന്ന് മലയാളത്തിൽ എഴുതുമ്പോൾ നമ്മൾ യൂക്കാരിയോട്ട് ഇങ്ങനെയാണ് എഴുതുക അല്ലെ. യൂക്കാരിയോട്ട് ഇങ്ങനെയല്ലേ എഴുതുക. അപ്പൊ യാ എന്ന് പറയുന്ന അക്ഷരം ഇങ്ങനെ വളച്ചെടുക്കുന്നത് പോലെയാണ് 8 എന്ന് പറയുന്ന ഒരു സാധനം. അങ്ങനെയാണെന്ന് ഓർത്ത് വെക്കുക. യാ 8. അപ്പൊ യൂക്കാരിയോട്സിലാണ് ATS. പ്രോക്യാരിയോട്സ് എന്ന് പറയുമ്പോൾ ബെസ്റ്റ് എക്സാമ്പിൾ എന്തൊക്കെയാണ്? ബാക്ടീരിയ ഒക്കെയാണ് പ്രോക്യാരിയോട്സിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ അല്ലെ. അപ്പൊ ബാക്ടീരിയയിലൊക്കെ കാണപ്പെടുന്ന റൈബോസോം ഒക്കെയാണ് 70S റൈബോസോം. അതേപോലെ അപ്പോൾ 70S കാണുന്നത് എവിടെയാണ് എന്ന് ചോദിക്കുകയാണ്. സീനിൻ. ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ശരിയാണ്. പക്ഷെ നോക്കുമ്പോൾ നമുക്ക് പറയാം അപ്പൊ ബാക്ടീരിയയുള്ള ഓപ്ഷൻസ് ആണ് എടുക്കേണ്ടത്. ബാക്ടീരിയ ഇപ്പൊ A എടുക്കാന്ന് വിചാരിച്ചാൽ നോക്കുമ്പോൾ ഇതാ ഇവിടെ ഏതാ ബാക്ടീരിയ കിടക്കുന്നു, ഇവിടെ ബാക്ടീരിയ. അപ്പൊ കാര്യമില്ല, ബാക്കിയുള്ളതും കൂടെ അറിയണം. ഈ 70S റൈബോസോം എന്ന് പറയുന്ന റൈബോസോം പ്രോക്യാരിയോട്സ് കാണുന്നു, ATS യൂക്കാരിയോട്സിൽ കാണുന്നു. ഓക്കെ, അപ്പൊ ഇനി ഇവിടെ മനസ്സിലാക്കുക, യൂക്കാരിയോട്സിന്റെ കേസിൽ നോർമലി ATS റൈബോസോം കാണുന്നുണ്ടെങ്കിലും യൂക്കാരിയോട്സിന്റെ ഉള്ളിൽ കാണപ്പെടുന്ന സെൽ ഓർഗനൽസിന്റെ കൂട്ടത്തിൽ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്ന സെൽ ഓർഗനലിനും മൈറ്റോകോൺട്രിയ എന്ന് പറയുന്ന സെൽ ഓർഗനലിനും ഒരു പ്രത്യേകതയുണ്ട്. ദേ ആർ കോൾഡ് സെമി ഓട്ടോണോമസ് ഓർഗനൽ എന്ന് പറയാറുണ്ട്. സെമി ഓട്ടോണോമസ് ആയിട്ടുള്ള ഓർഗനൽ എന്ന് നമ്മൾ അവരെ പറയാറുണ്ട്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ദിസ് ക്ലോറോപ്ലാസ്റ്റ് ആൻഡ് മൈറ്റോകോൺട്രിയ ഹാവ് their own DNA, their own RNA, their own ribosome. അവർക്ക് സ്വന്തമായി സാധാരണ ആ സെല്ലിലുള്ള എല്ലാ സെൽ ഓർഗനൽസിനും വേണ്ട DNA ആണെങ്കിലും പ്രോട്ടീൻ സിന്തസിസ് ആണെങ്കിലും RNA ആണെങ്കിലും അവിടെയാണുള്ളത്. ന്യൂക്ലിയസിന്റെ ഉള്ളിൽ, റൈബോസോം പുറത്ത്, അങ്ങനെ എല്ലാവരും ഉണ്ടാക്കുന്നുണ്ട്. നോർമലി അവർക്ക് വേണ്ട DNA ന്യൂക്ലിയസിന്റെ ഉള്ളിൽ കാണാം. പക്ഷേ അത് കൂടാതെ സ്വന്തമായി DNA ഉള്ള ആൾക്കാർ അല്ലെ, ചിലരുണ്ടല്ലേ സ്വന്തമായി ഹെലികോപ്റ്റർ ഒക്കെ ഉള്ള ടീം പോലെ സ്വന്തമായി DNA ഉള്ള ടീമാണ് ക്ലോറോപ്ലാസ്റ്റ് എന്നും മൈറ്റോകോൺട്രിയ എന്നും അറിയപ്പെടുന്ന സെൽ ഓർഗനൽ. മൈറ്റോകോൺട്രിയ എന്ന് വെച്ചാൽ പ്ലാന്റ്സിലും അനിമൽസിലും ഒക്കെ കാണുന്നു. ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുമ്പോൾ പ്ലാന്റ്സിൽ കാണുന്നതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ട പ്രോട്ടീന്റെ പകുതി ഭാഗങ്ങൾ അവർക്ക് സ്വന്തം ഉണ്ടാക്കാം. അതുകൊണ്ട് സെമി ഓട്ടോണോമസ് ഓർഗനൽ എന്നാണ് പറയുന്നത്. അപ്പൊ ഇവരെ ഉള്ളിൽ എന്തുണ്ട്? സ്വന്തമായി DNA ഉണ്ട്, RNA ഉണ്ട്, റൈബോസോംസ് ഉണ്ട്. ആ റൈബോസോംസ് പക്ഷേ ഏത് ടൈപ്പാണ്? 70S റൈബോസോം ആണ്. യൂക്കാരിയോട്ടിന്റെ ഉള്ളിലുള്ള സെൽ ഓർഗനലായ മൈറ്റോകോൺട്രിയ, ക്ലോറോപ്ലാസ്റ്റ് ഉള്ള റൈബോസോം ആണെങ്കിൽ പോലും their റൈബോസോം, അവർക്ക് സ്വന്തമായുള്ള റൈബോസോം പ്രോക്യാരിയോട്ടിനെ പോലെയുള്ള 70S റൈബോസോം ആണ്. ആക്ച്വലി നമ്മൾ എവല്യൂഷൻ ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും പ്രോക്യാരിയോട്ടിൽ നിന്നാണ് യൂക്കാരിയോട്ടുകൾ ഉണ്ടായത് എന്നുള്ളതിന്റെ ഒരു തെളിവും കൂടിയായിട്ടാണ് നമ്മൾ ക്ലോറോപ്ലാസ്റ്റിന്റെ മൈറ്റോകോൺട്രിയന്റെ ഒക്കെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. പ്രോക്യാരിയോട്സിനെ പോലെ 70S റൈബോസോം ഉള്ള സെൽ ഓർഗനൽസ് ആണ് യൂക്കാരിയോട്ടിന്റെ ഉള്ളിൽ കാണുന്നത്. അപ്പൊ ഇതിൽ നിന്നാണ് ഇത് വന്നത് എന്നുള്ളതിന്റെ എവല്യൂഷൻ പോലെയൊക്കെയാണ് നമ്മൾ ഈ ഒരു കാര്യത്തിനെ പഠിക്കുന്നത് അല്ലെ. അപ്പൊ എന്തായാലും ഇപ്പൊ ഏതൊക്കെ വേണമെന്ന് മനസ്സിലായില്ലേ? 70S എന്ന് പറയുമ്പോൾ പ്രോക്യാരിയോട്സ് വേണം. പിന്നെ യൂക്കാരിയോട്ടിലുള്ള രണ്ടാൾക്കാരെ നമുക്ക് കൺസിഡർ ചെയ്യാം. ബാക്ടീരിയ പ്രോക്യാരിയോട്ട്, മൈറ്റോകോൺട്രിയ ആൻഡ് ദ ക്ലോറോപ്ലാസ്റ്റ് സെൽ ഓർഗനൽ. ആ സെൽ ഓർഗനൽ ഇവിടെ ഇല്ല, ഇവരെ ഒന്നുമില്ല അല്ലെ. വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഇല്ല, ഒരു സെൽ ഓർഗനലും ഇല്ല. ആകെയുള്ളത് റൈബോസോം ആണ്. ദാറ്റ് റൈബോസോം 70S. ആരെ കേസിലാണ്? പ്രോക്യാരിയോട്സ്. ക്ലിയർ ആണ്? ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ഒരു ബോട്ടണി ക്വസ്റ്റ്യൻ അല്ല, സുവോളജി ഭാഗത്തുനിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്നാലും ജസ്റ്റ് ഒന്ന് നോക്കാം. എ ഹൈപ്പർ ഗ്ലൈസീമിക് ഹോർമോൺസ്, ഹൈപ്പർ ഗ്ലൈസീമിക് അല്ലെ, ഹൈപ്പർ ടെൻഷൻ എന്നൊക്കെ കേൾക്കാറില്ലേ? ഹൈപ്പർ ടെൻഷൻ എന്നൊക്കെ പറയുമ്പോൾ ഹൈപ്പർ എന്ന് പറയുന്ന വാക്കിന് അർത്ഥം എന്താണ്? ഹൈ എന്ന് പറയുന്ന ഒരു അർത്ഥമാണ് അല്ലെ, ഹൈ. ദെൻ ഹൈപ്പോ എന്ന് പറയുന്ന വാക്കിന് അർത്ഥം എന്താണ്? ലോ അല്ലെങ്കിൽ ബിലോ എന്ന് പറയുന്ന ഒരു അർത്ഥമാണ്. ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞാൽ ടെൻഷൻ കൂടുന്നതിനല്ല പറയാം, BP കൂടുന്നതിനാണ് നമ്മൾ പറയുക അല്ലെ, ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഹൈപ്പർ ഗ്ലൈസീമിക് എന്ന് പറഞ്ഞാൽ എന്താ? ഗ്ലൈസീമിക് വേർഡ് റിലേറ്റഡ് ടു ഗ്ലൂക്കോസ്. ഓക്കെ, ഗ്ലൈസീമിക് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഹൈപ്പർ മീൻസ് ഹൈ എന്ന് ആലോചിക്കുന്നു, ഗ്ലൈസീമിക് മീൻസ് ഗ്ലൂക്കോസ് എന്ന് ആലോചിക്കുക. അപ്പൊ ബ്ലഡില് ഗ്ലൂക്കോസിന്റെ അളവ് ഹൈപ്പർ ആക്കാൻ, കൂട്ടാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ അല്ലെ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭാഗം മനസ്സിലാകണം. ഹോർമോൺസ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. പാൻക്രിയാസ് എന്ന് പറയുന്ന ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണിത്. പാൻക്രിയാസ് എന്ന എൻഡോക്രൈൻ ഗ്ലാൻഡുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് അല്ലെ. റെഡി അല്ലേ? ആ പാൻക്രിയാസിന്റെ ഉള്ളിൽ കാണപ്പെടുന്ന ഗ്രൂപ്പ് ഓഫ് സെൽസിനെ ഐലറ്റ്സ് ഓഫ് ലാംഗർ ഹാൻസ് എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. ആ ഐലറ്റ്സ് ഓഫ് ലാംഗർ ഹാൻസിൽ മെയിൻ ആയിട്ട് 2 ടൈപ്പ് സെൽസ് ആണ്. ആൽഫ സെൽസ് എന്നറിയപ്പെടുന്ന സെൽസും ബീറ്റ സെൽസ് എന്നറിയപ്പെടുന്ന 2 ടൈപ്പ് സെൽസ് ആണുള്ളത്. എല്ലാരെയും കൂടെ ചേർത്തുകൊണ്ട് കംപ്ലീറ്റ് സെൽസിനെയാണ് ഐലറ്റ്സ് ഓഫ് ലാംഗർ ഹാൻസ് എന്ന് പറയാം. ഇതിൽ ആൽഫ സെൽസ് ആണ് ഗ്ലൂക്കഗോൺ എന്ന് പറയുന്ന ഹോർമോണിന് ഉണ്ടാക്കുക. ബീറ്റ സെൽസ് ആണ് ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണിന് ഉണ്ടാക്കുക അല്ലെ. ഇൻസുലിൻ എന്ന് മലയാളത്തിൽ എഴുതുമ്പോൾ ബീറ്റ സെൽ എന്ന് മലയാളത്തിൽ എഴുതുമ്പോൾ ഈയും ബായും ഒരുപോലെയാണ്. അങ്ങനെയാണ് ബീറ്റയ്ക്ക് ഇൻസുലിനും ആൽഫയ്ക്ക് ഗ്ലൂക്കഗോണും ആലോചിച്ച് വെക്കുക. അപ്പൊ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അല്ലെ, ഇതിൽ ആരാണ് രക്തത്തിലെ ഗ്ലൂക്കോസ് കൂടുമ്പോൾ കുറയ്ക്കാൻ സഹായിക്കുന്നത്? ആരാണ്? ഇൻസുലിൻ. ഇൻസുലിൻ ലോവേഴ്സ് ദ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ.
ഗ്ലൂക്കഗോൺ എന്ത് ചെയ്യാണ്? എൻഹാൻസ് ചെയ്യാണ് അല്ലെങ്കിൽ കൂട്ടാണ്. ഓക്കെ, അപ്പൊ കൂട്ടുന്നത് ഗ്ലൂക്കഗോൺ ആയതുകൊണ്ട് ഹൈപ്പർ ഗ്ലൈസീമിക് എന്നറിയപ്പെടുന്നത് ഏതാണ്? ഗ്ലൂക്കഗോൺ എന്ന് പറയുന്ന ഹോർമോണിനാണ് നമ്മൾ പറയാം. ഇവിടെ കാണാം പാൻക്രിയാസ്. പാൻക്രിയാസ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പോസിറ്റ് ഗ്ലാൻഡ് ആണ്. വിച്ച് ആക്ടേഴ്സ്, എന്തുകൊണ്ടാണ് കമ്പോസിറ്റ് ഗ്ലാൻഡ് എന്നൊക്കെ പറയുന്നത്? സാധാരണ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ഹോർമോൺസിനെയാണ് ഉണ്ടാക്കുക, എക്സോക്രൈൻ ഗ്ലാൻഡ്സ് എൻസൈമിനെയാണ്. പാൻക്രിയാസിന് ഒരു എൻഡോക്രൈൻ പാർട്ടുണ്ട്, എക്സോക്രൈൻ പാർട്ടുണ്ട്. അപ്പോൾ ഹോർമോൺസിനെ ഉണ്ടാക്കാനും എൻസൈമിനെ ഉണ്ടാക്കാനും കഴിവുണ്ട്. ഹോർമോൺസിന് ഉണ്ടാക്കിയിട്ട് എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യും, എൻസൈംസിന് ഉണ്ടാക്കിയിട്ട് ഡൈജഷനിൽ ഹെൽപ്പ് ചെയ്യും അല്ലെ. അപ്പൊ രണ്ടും ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ കമ്പോസിറ്റ് ഗ്ലാൻഡ്, സമ്മിശ്ര ഗ്രന്ഥി, സംയുക്ത ഗ്രന്ഥി എന്നൊക്കെ മലയാളത്തിൽ പറയാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ പറയുന്ന വേറൊരു ടേം ആണെന്ത്? ഹെറ്ററോക്രൈൻ ഗ്ലാൻഡ് എന്ന് വിളിക്കാറുണ്ട് അല്ലെ. നിങ്ങൾ കേട്ടിട്ടുണ്ട്? ഹെറ്ററോക്രൈൻ ഗ്ലാൻഡ് എന്ന് നമ്മൾ വിളിക്കും. ഓക്കെ, ഹെറ്ററോക്രൈൻ ഗ്ലാൻഡ് എന്നാണ് പറയുക. ഹെറ്ററോക്രൈൻ ഗ്ലാൻഡ്സ് എന്നൊക്കെയാണ് നമ്മൾ ഇതിനെ വിളിക്കുക. ഓക്കെ, കമ്പോസിറ്റ് ഗ്ലാൻഡ്സ്. ഓക്കെ അല്ലേ. അപ്പൊ ബോത്ത് എക്സോക്രൈൻ ആൻഡ് എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ്. എൻഡോക്രൈൻ പാൻക്രിയാസ് കൺസിസ്റ്റ് ഓഫ് എന്താണ്? ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. There are about 1 to 2 million islets of Langerhans in a normal human pancreas, representing 1 to 2% of the pancreatic tissue. The two main types of cells are Langerhans രണ്ട് ടൈപ്പ് സെൽസ് ആണ്, ആൽഫ സെൽസും ബീറ്റ സെൽസും. ആൽഫ സെൽസ് സെക്രീറ്റ് ഹോർമോൺ കോൾഡ് ഗ്ലൂക്കഗോൺ, വൈൽ ബീറ്റ സെൽസ് പ്രൊഡ്യൂസ് ഇൻസുലിൻ. റെഡിയല്ലേ? ഗ്ലൂക്കഗോൺ എന്ന് പറയുന്ന പെപ്റ്റൈഡ് ഹോർമോൺ പ്ലേ ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ മെയിൻറ്റെയിനിങ് ദ നോർമൽ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ. Glucagon act mainly on the liver cells, ഹെപ്പാറ്റോസൈറ്റ്സ് ആൻഡ് സ്റ്റിമുലേറ്റ് ഗ്ലൂക്കോജിയോനോലൈസിസ് എന്നാണ് കൊടുത്തത്. എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്ലഡ് ഷുഗറിനെ കൂട്ടുക. ഓക്കെ, അളവ് കൂട്ടുക. ബ്ലഡിലുള്ള ഗ്ലൂക്കോസിന്റെ അളവ് കൂട്ടുന്നവരാണ്. എങ്ങനെയാണ്? ചിലപ്പോൾ നമ്മൾ ലിവറിലൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ച ഗ്ലൈക്കോജനൊക്കെ, ഹെപ്പാറ്റോസൈറ്റ് എന്നൊക്കെ പറയാൻ കാരണം ലിവറിലുള്ള സെൽസിലൊക്കെ അധികം ഗ്ലൂക്കോസ് ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ഇൻസുലിൻ പിടിച്ച് അധികമുള്ള ആളെ പിടിച്ച് ലിവറിൽ കൊണ്ടു കൊടുത്തിട്ടുണ്ടാവും. ആവശ്യമുള്ള സമയത്ത് ലിവറിന്ന് തിരിച്ചിങ്ങോട്ട് എടുക്കുന്ന ആളാണ്. അങ്ങനെ ഗ്ലൂക്കോസിന്റെ അളവ് കൂട്ടുന്നതുകൊണ്ട് ഹൈപ്പർ ഗ്ലൈസീമിക് ഹോർമോൺ എന്നാണ് നമ്മൾ പറയാ. ഓക്കെ, ഹൈപ്പർ ഗ്ലൈസീമിക് എന്നാണ് പറയാ. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? റെഡി. സോ ദിസ് ഹോർമോൺ this hormone stimulate process of gluconeogenesis, also contribute to hyperglycemia. Glucagon reduces the cellular glucose uptake and utilization. Thus glucagon is an hyperglycemic hormone. അപ്പോൾ ഇൻസുലിൻ എന്ന് പറയുന്ന ആളിനെ നമ്മൾ എന്താ പറയേണ്ടത്? ഇൻസുലിൻ എന്ത് ഹോർമോണാന്ന് പറയാ? ഇൻസുലിൻ ബ്ലഡിൽ ഗ്ലൂക്കോസിന് അളവ് കുറയ്ക്കുന്ന ആളാണ് അല്ലെ. ഇൻസുലിൻ ലോവേഴ്സ് ദ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കുറയ്ക്കുന്ന ആളാണ്. അതുകൊണ്ട് പറയുന്ന പേരാണ് ഹൈപ്പോഗ്ലൈസീമിക്. ഓക്കെ, നേരെ ഹൈപ്പർ എന്നുള്ളതിനെ ഹൈപ്പോ നോക്കിയാൽ മതി. ഹൈപ്പോഗ്ലൈസീമിക് ഹോർമോൺ എന്നാണ് നമ്മൾ ഇൻസുലിനെ വിളിക്കേണ്ടത്. ഓക്കെ അല്ലേ? യെസ്. അങ്ങനെ ഇവർ രണ്ടുപേരും, ഒരാൾ കൂട്ടുക ഒരാൾ കുറയ്ക്കുക എന്ന് പറയുമ്പം നോർമൽ ബ്ലഡ് ഷുഗർ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഇവർ ഇങ്ങനെ ചെയ്യുന്നത് അല്ലെ. അത് എത്രയാ? 70 to 110 മില്ലിഗ്രാം ആണ് പെർ 100 ml. ഒരു 100 ml ബ്ലഡ് എടുത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പം നമ്മളെ ബ്ലഡിൽ ഉണ്ടാവേണ്ട ഗ്ലൂക്കോസിന്റെ ലെവൽ 70-110 മില്ലിഗ്രാമിന്റെ ഇടയിലായിരിക്കണം അല്ലെ. അപ്പോഴാണ് നമ്മൾ നോർമൽ ആണെന്ന് പറയുന്നത്. അതേപോലെ ഫാസ്റ്റിംഗിൽ എടുക്കുന്ന സമയത്തും ഒരു 126 മില്ലിഗ്രാമിൽ കൂടുതലായിട്ട് തന്നെ നിൽക്കുകയാണെങ്കിലൊക്കെ അവസാനം നമ്മൾ ഇൻസുലിന്റെ കുറവ് അല്ലെ, ഡെഫിഷ്യൻസി വരുന്ന സമയത്ത്, ഡെഫിഷ്യൻസി വരുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രമേഹം ഉണ്ട്, ഡയബറ്റീസ് ഉണ്ടെന്ന് പറയുന്നത് അല്ലെ. ഡയബറ്റീസ് എന്ന് പറയുന്നത് എന്താണ്? കംപ്ലീറ്റ് പറയുക. ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറയുന്ന അവസ്ഥയുണ്ട് എന്നാണ് പറയുക. അപ്പൊ ഇൻസുലിന്റെ കുറവ് വരുമ്പം രക്തത്തിൽ ഗ്ലൂക്കോസ് കൂടുമ്പോൾ കുറയ്ക്കാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു. അങ്ങനെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കൂടി വരുന്ന അവസ്ഥയാണ് നമ്മൾ ഡയബറ്റീസ് എന്ന് പറയാ, പ്രമേഹം എന്ന് പറയാ. ഫുൾ പേര് പറയുകയാണെങ്കിൽ ഡയബറ്റീസ് മെലിറ്റസ്. ഓക്കെ, ഡയബറ്റീസ് വന്ന് പ്രമേഹം വന്ന് മെലിഞ്ഞു എന്ന് ആലോചിച്ചാൽ മതി. ഡയബറ്റീസ് മെലിറ്റസ് എന്നാണ് പറയാം. ഓക്കെ, റെഡി അല്ലേ? കാരണം ഡയബറ്റീസ് ഇൻസിപ്പിഡസ് എന്ന് പറയുന്ന വേറെ കണ്ടീഷൻ ഉണ്ട്. അത് വാസോപ്രസിൻ അല്ലെങ്കിൽ ADH എന്ന് പറയുന്ന ഹോർമോണിന്റെ തകരാറ്, എക്സസ് ലോസ് ഓഫ് വാട്ടർ ത്രൂ യൂറിൻ, റീഅബ്സോർപ്ഷൻ കുറയുക, ഇതൊക്കെയാണ് അവിടെ വരുന്നത്. അത് ഡയബറ്റീസ് ഇൻസിപ്പിഡസ് ആണ്. പ്രമേഹം എന്ന് നമ്മൾ പറയുന്നതിന്റെ പേര് ഡയബറ്റീസ് മെലിറ്റസ് എന്നുള്ളതാണെന്ന് നോട്ട് ചെയ്യാം. റെഡി? ക്ലിയർ? അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇൻ C4 plants, carbon dioxide fixation initially results in the formation of C4 plants, C3 plants എന്നൊക്കെ പറയുമ്പോൾ ഏത് ടോപ്പിക്കാണ്? ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് അല്ലെ. ഫോട്ടോസിന്തസിസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് +1 ലെവലാണ് ആ ഒരു കാര്യം പറയുന്നത്. ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്ലാന്റ്സിന്റെ കേസ് പറയുന്നു. അവിടെ C4 പ്ലാന്റ്സ് എന്ന് പറയുന്ന പേര് വരാൻ കാരണം എന്താണ്?
എന്താണ് ഫസ്റ്റ് ഫോം ചെയ്യുന്ന ഇനീഷ്യലി ഫോം ചെയ്യുന്ന കോമ്പൗണ്ട് ഒരു 4 കാർബൺ കോമ്പൗണ്ട് ആയതുകൊണ്ടാണ് ഇതിന് C4 പ്ലാന്റ്സ് എന്നും ഇതിൽ കാണിക്കുന്ന സൈക്കിളിന് C4 സൈക്കിൾ എന്നും പേര് വരാനുള്ള റീസൺ. മാലിക് ആസിഡ്, ഓക്സാലോ അസറ്റിക് ആസിഡ്, PEP, PGA എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഓക്സാലോ അസറ്റിക് ആസിഡ് ആണ്, OAA എന്ന് വെച്ചാൽ ഓക്സാലോ അസറ്റിക് ആസിഡ്, PEP ഫോസ്ഫോ ഈനോൾ പൈറുവേറ്റ് അല്ലെ, PGA ഫോസ്ഫോഗ്ലിസറിക് ആസിഡ്. ഇതൊക്കെ C3 C4 പ്ലാന്റ്സിനെ പഠിക്കുമ്പോൾ നമ്മൾ വ്യക്തമായി പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഇവിടുത്തെ ഫസ്റ്റ് പ്രോഡക്റ്റ് എന്താ? ഇവിടെ മാലിക് ആസിഡ് എന്ന് പറഞ്ഞാലും ഓക്സാലോ അസറ്റിക് ആസിഡ് എന്ന് പറഞ്ഞാലും രണ്ടാളും 4 കാർബൺ തന്നെയാണ്. പക്ഷെ ആദ്യം ഉണ്ടാവുന്നത് ഏതാ അറിയാലോ? ഓക്സാലോ അസറ്റിക് ആസിഡ് ആണ് ഫസ്റ്റ് കോമ്പൗണ്ട് കേട്ടോ. ആ ഭാഗം മാത്രം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. പ്രൈമറി C4 സൈക്കിൾ കാണിക്കുന്നതിൽ ആദ്യം തന്നെ കാർബൺ ഡൈ ഓക്സൈഡിന് ആക്സെപ്റ്റർ ആരാ എന്ന് ചോദിച്ചാൽ അതും നമ്മൾ ഓപ്ഷനിൽ കണ്ട സാധനം തന്നെയാണ്. പ്രൈമറി കാർബൺ ഡൈ ഓക്സൈഡ് ആക്സെപ്റ്റർ ഒരു 3 കാർബൺ മോളിക്യൂൾ ആണ്, ഫോസ്ഫോ ഈനോൾ പൈറുവേറ്റ്. അതാണ് നിങ്ങൾ PEP എന്ന് കണ്ടത്. അപ്പോൾ ഓപ്ഷനിലുള്ള PEP എന്ന് പറഞ്ഞാൽ എന്താ? ഫസ്റ്റ് PEP എന്ന് പറയുന്നതിന് ഒരു ആൻസർ വരണമെങ്കിൽ എന്താണ്? പ്രൈമറി. ഇപ്പൊ ചോദിക്കുകയാണ് പ്രൈമറി കാർബൺ ഡൈ ഓക്സൈഡ് ആക്സെപ്റ്റർ ആരാ എന്ന് ചോദിക്കാന്ന് വിചാരിക്കാം. അപ്പൊ ആൻസർ എന്താ? PEP. അപ്പോൾ ഈ PEP എന്ന് പറയുന്ന സാധനം ഒരു 3 കാർബൺ കോമ്പൗണ്ട് ആണ്. അത് ഒരു കാർബൺ ഡൈ ഓക്സൈഡും കൂടെ ചേരുകയാണ്. അപ്പൊ ഇവിടെയുള്ള കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഒരു 1 കാർബണും കൂടെ ചേരുമ്പോൾ ആദ്യം ഉണ്ടാവുന്ന ഓക്സാലോ അസറ്റിക് ആസിഡ് എത്രയാവും? 4 കാർബൺ ഉള്ള കോമ്പൗണ്ടും. അങ്ങനെയാണ് C4 സൈക്കിൾ എന്നതിന് പേര് വരുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് കാർബൺ ഡൈ ഓക്സൈഡ് ആക്സെപ്റ്റർ ഫോസ്ഫോ ഈനോൾ പൈറുവേറ്റ് ആൻഡ് ഇസ് പ്രസന്റ് ഇൻ ദ മീസോഫിൽ സെൽസ്. ഓക്കെ, കാരണം C4 സൈക്കിൾ എന്ന് പറയുന്ന സാധനം പഠിക്കുമ്പോൾ നമുക്ക് അവിടെ മീസോഫിൽ സെൽസും ബണ്ടിൽ ഷീത്ത് സെല്ലും കൂടെ ഇൻവോൾവ് ചെയ്തിട്ടാണ് ആ സൈക്കിൾ നടക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു എൻസൈം ഹെൽപ്പ് ചെയ്യും ഈ കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് ചേരാൻ. അതിന്റെ പേര് PEP കാർബോക്സിലേസ് എന്ന് പറയുന്ന എൻസൈം ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, റെഡി അല്ലേ? യെസ്. അപ്പൊ ഇവിടെ C4 ആസിഡ് ആയിട്ടുള്ള ഓക്സാലോ അസറ്റിക് ആസിഡ് ആണ് ഫോം ചെയ്യുന്നത്. അപ്പൊ അവിടെ കൊടുത്തിട്ടുണ്ട് C4 ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താ? 4 കാർബൺ ഉള്ള ആസിഡായ C4 ആസിഡ്. പിന്നെയാണ് C4 ആസിഡ് മാലിക് ആസിഡ് ആയിട്ടും അസ്പാർട്ടിക് ആസിഡ് ഒക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് കേട്ടോ. ഈ C4 ആസിഡ് ആദ്യം ഉണ്ടാകുന്ന ഇത് തന്നെയാണ് മാലിക് ആസിഡ് ഓപ്ഷനിൽ കാണാം. പക്ഷെ ഇയാള് പിന്നെയാണ് മാലിക് ആസിഡ് ആയിട്ട് അസ്പാർട്ടിക് ആസിഡ് ഒക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നത്? കൺവേർട്ട് ചെയ്യുന്നത്. എന്നിട്ട് മീസോഫിൽ സെൽസ് നിന്ന് ബണ്ടിൽ ഷീത്ത് സെൽസിലേക്ക് പോവാണ് ചെയ്യുക. ഓക്കെ, മാലിക് ആസിഡ് ഒക്കെ മാറിയിട്ട് അതിലേക്ക് പോവാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും ഈ സ്റ്റാർട്ടിംഗ് ഭാഗങ്ങളൊക്കെ കൃത്യമായിട്ട് ഓർമ്മിച്ചു വെച്ചേക്കാം. ഇനി അടുത്തത് GEAC സ്റ്റാൻഡ്സ് ഫോർ. GEAC സ്റ്റാൻഡ്സ് ഫോർ എന്ന് പറയുമ്പോൾ ഇത് +2 ലെവലാണ്. ബയോടെക്നോളജി ഭാഗത്തു നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ബയോടെക്നോളജി ചാപ്റ്റർ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് GEACന്റെ ഫുൾ ഫോം ആ ചോദിച്ചിരിക്കുന്നത്? ജനറ്റിക് എഞ്ചിനീയറിംഗ് ഒക്കെ വരുന്ന ചാപ്റ്റർ ആണ് അല്ലെ. ബയോടെക്നോളജിയിലാണ് നമ്മൾ ജനറ്റിക് എഞ്ചിനീയറിംഗിൽ കൂടെ GMOസിനെ പറ്റിയൊക്കെ പഠിക്കുന്നത്. എന്താണ് ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം? അതിൽ പ്ലാന്റ്സ് ആവാം, അനിമൽസ് ആവാം. ജനിതക മാറ്റം വരുത്തിയ ജീവികൾ എന്നാണ് അർത്ഥം. അപ്പൊ ഈ ജനിതക മാറ്റം വരുത്തിയ ജീവികള് നമ്മൾ ഇപ്പൊ ചിലപ്പോൾ ഒരു പ്ലാന്റ് ആയിരിക്കാം, ജനിതക മാറ്റം വരുത്തിയ മറ്റൊരു ജീവി ആയിരിക്കാം, സൂക്ഷ്മജീവികളായിരിക്കാം, സസ്യങ്ങളായിരിക്കാം. എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ മാറ്റം വരുത്തുന്നത്. ഈ സാധനത്തിന് നമ്മൾ സൊസൈറ്റിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ ചിലപ്പം കുറെ നമ്മൾ ഒരു കാര്യം ഇങ്ങനെ ജനിതക മാറ്റം വരുത്തിയ ഒരു ജീവിനെ നമ്മൾ തന്നെ അങ്ങോട്ട് നമ്മൾ ഈ സൊസൈറ്റിയിലേക്ക് അല്ലെങ്കിൽ നമ്മൾ ഈ ആൾക്കാരുടെ ഇടയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയല്ല ചെയ്യേണ്ടത്. ആദ്യം അതിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടോ, ഇതൊക്കെ ഓക്കെ ആണോ, ഇത് ജനങ്ങളുടെ ഇടയിലേക്ക് വന്നാൽ ബുദ്ധിമുട്ടുണ്ടാവോ എന്നൊക്കെ കൃത്യമായി നോക്കി അല്ലെ. നമ്മളിപ്പോൾ ഒരു സിനിമ റിലീസ് ചെയ്യുമ്പോൾ സെൻസർ ബോർഡിൽ കൂടെയൊക്കെ പോയി വേണ്ടാത്തൊക്കെ കട്ട് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യില്ല. അതുപോലെ വ്യക്തമായിട്ട് നമ്മൾ വിലയിരുത്തി നോക്കി ഇതിന് കുഴപ്പങ്ങളൊന്നും ഇല്ല എന്നൊക്കെ നോക്കണം. എത്തിക്കൽ ഇഷ്യൂസ് ഒന്നും അവിടെ ഇല്ല എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഉറപ്പുവരുത്തണം. അങ്ങനെ ജനറ്റിക് എഞ്ചിനീയറിംഗിൽ കൂടെ ഉണ്ടാക്കിയ സാധനത്തിനെ അപ്രൂവ് ചെയ്യണം. അപ്രൂവ് ചെയ്യാൻ ഒരു കമ്മിറ്റി ഉണ്ട്. അതിനെയാണ് നമ്മൾ ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൂവൽ കമ്മിറ്റി അല്ലെങ്കിൽ GEAC എന്ന് പറയുന്നത്. ഓക്കെ, റെഡി അല്ലേ? യെസ്. അപ്പോൾ അവിടെ ഓപ്ഷൻ C ഒക്കെ കാണുമ്പോൾ അറിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒറ്റ വായനയൊക്കെ വായിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ വരും. ജനറ്റിക് ആൻഡ് എഞ്ചിനീയറിംഗ് അപ്രൂവൽ കൗൺസിൽ എന്നൊക്കെയാണ് കൊടുത്തത്. അപ്പൊ എന്തായാലും ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൂവൽ കമ്മിറ്റി എന്നതാണ് അതിന്റെ പൂർണ്ണ രൂപം കേട്ടോ. അവിടെ നമുക്ക് കാണാം, ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട്. GEAC മീൻസ് ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൂവൽ കമ്മിറ്റി. എത്തിക്കൽ ഇഷ്യൂ എന്നൊക്കെ ഹെഡിങ് കൊടുത്തു. ദ മാനിപ്പുലേഷൻ ഓഫ് ലിവിംഗ് ഓർഗാനിസം ബൈ ഹ്യൂമൻ റേസ് കനോട്ട് ഗോ ഓൺ എനി ഫർദർ without regulation. Some ethical standards are required to evaluate the mortality of all human activity that might help or harm living organism. Okay, so going beyond the mortality of such issue, biological significance of such things also important. Genetic modification of organism can have unpredictable result. ഇവിടെ നോട്ട് ശ്രദ്ധിക്കുക. ജനറ്റിക് മോഡിഫിക്കേഷൻ വരുത്തിയ ഓർഗാനിസത്തിന് ചിലപ്പോൾ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള റിസൾട്ട് ആയിരിക്കും ഉണ്ടാവുക. എങ്ങനെ? when such
ഓർഗാനിസംസ് ആർ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ദ ഇക്കോസിസ്റ്റം. നമ്മൾ ഇക്കോസിസ്റ്റത്തിലേക്ക് ഇപ്പോൾ ഒരു പ്ലാന്റിന് ഉണ്ടാക്കുകയാണ്, ജനിതക മാറ്റം വരുത്താണ് അല്ലെ മറ്റൊരു ജീവി, അതിനെ നമ്മൾ മറ്റുള്ള ജീവികളുടെ ഇടയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും, പ്രശ്നങ്ങളായിരിക്കാം ഉണ്ടായിരിക്കുക അല്ലെ. അപ്പൊ therefore Indian government has set up organizations such as GEAC, that is Genetic Engineering Approval Committee, which will make decision regarding the validity of GM research and the safety of introducing GM organism for public service. അപ്പോൾ പബ്ലിക്കിന്റെ ഇടയിലേക്ക് നമ്മൾ അതിനെ കൊണ്ടുവരുന്നതിന് മുൻപേ അതിന്റെ കാര്യത്തിൽ ഉറപ്പുവരുത്തുക, സേഫ്റ്റി ഇഷ്യൂസ് ഒന്നും ഉണ്ടോ എന്നൊക്കെ നോക്കി ചെക്ക് ചെയ്ത് കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ മാത്രമാണ് അതിനെ റിലീസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ അതിനുള്ള കമ്മിറ്റിക്കാണ് GEAC എന്ന് പറയുന്നത്. Ready? Clear അല്ലേ? Okay, yes. അപ്പോൾ ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ. The region in which the DNA is wrapped around a cluster of histone protein is called. ഇത് ഏതെന്നുള്ള ക്വസ്റ്റ്യൻ ആണ്, +2 ചാപ്റ്റർ തന്നെയാണ്. മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്, അതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. DNA ഒക്കെ പഠിക്കുന്ന ചാപ്റ്റർ ആണ്, അതിൽ DNAന്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ പഠിക്കുന്നതാണ്. അപ്പൊ നമുക്കറിയാം അവിടെ DNA എന്ന് പറഞ്ഞാൽ DNAക്ക് നെഗറ്റീവ് ചാർജ് ആണ് എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. DNA is a negatively charged particle. ആ DNA ജനറ്റിക് വസ്തുവാണ്, അത് അടുത്ത ജനറേഷനിലേക്ക് പോകുന്നു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. ജനിതക വസ്തുവാണ്, ജനറ്റിക് മെറ്റീരിയൽ ആണെന്നൊക്കെ. പക്ഷെ എപ്പോഴും ഓർമ്മിക്കുക, DNA എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഇതുപോലെ ഇങ്ങനെ ഒരു ചിത്രം വരും. അപ്പൊ ഈ DNAന്റെ കൂടെ എപ്പോഴും അസോസിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു പ്രോട്ടീനും കൂടെ ഉണ്ട്. ശരിക്കും പ്രോട്ടീനും കൂടെ നെക്സ്റ്റ് ജനറേഷനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ജീൻസിനെയൊക്കെ ഉൾക്കൊള്ളുന്ന ഭാഗം ഏതാണ്? ഇതാണ്. ഓക്കെ, അപ്പൊ DNA നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. DNAന്റെ കൂടെ എപ്പോഴും അസോസിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു പ്രോട്ടീനെ കാണാൻ പറ്റും. പോസിറ്റീവ് ചാർജ് ഉള്ള പ്രോട്ടീനെയാണ് കാണാൻ പറ്റുക. ആ പ്രോട്ടീനെ ഹിസ്റ്റോൺ പ്രോട്ടീൻ എന്നാണ് പറയാ. ലൈസിൻ, ആർജിനിൻ അല്ലെ, ലൈസിൻ എന്നും ആർജിനിൻ എന്നും പേരുള്ള എന്താണ് അമിനോ ആസിഡ്സ് ആണ് കൂടുതലായിട്ട് ഈ പ്രോട്ടീനിൽ കാണപ്പെടുന്നത്. അതുകൊണ്ടാണ് അതിന് പോസിറ്റീവ് ചാർജ് കിട്ടാനുള്ള കാരണം. അതൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എന്തായാലും ഓപ്പോസിറ്റ് ചാർജ് ആണല്ലേ അട്രാക്ട് ചെയ്യുക. അപ്പൊ നെഗറ്റീവ് ചാർജുള്ള DNAക്ക് പോസിറ്റീവ് ചാർജുള്ള ഹിസ്റ്റോൺ എന്നറിയപ്പെടുന്ന പ്രോട്ടീനെ കൂടെ കിട്ടുമ്പോൾ അവർ ഒരുമിച്ച് ബൈൻഡ് ചെയ്ത് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ആയിട്ടാണ് കാണാം, ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് കാണാം. ആ യൂണിറ്റിന് പറയുന്ന പേരെന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഇമ്പോർട്ടന്റ് ഒരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ്. ന്യൂക്ലിയോസോം, മീസോസോം, ഡെസ്മോസോം, സെൻട്രോസോം. എന്താണ് ന്യൂക്ലിയോസോം എന്ന് പറയുന്നതാണ് ആൻസർ. ഓക്കെ, ന്യൂക്ലിയോസോം. മീസോസോം എന്ന് പറയുമ്പോൾ നമ്മൾ ബാക്ടീരിയന്റെ ഒക്കെ കേസിൽ പഠിക്കുന്നതാണ്. ബാക്ടീരിയന്റെ ഒക്കെ സെൽ മെംബ്രെയിന്റെ ഒക്കെ ഉള്ളിലേക്കുള്ള എക്സ്റ്റൻഷൻ നമുക്ക് പറഞ്ഞുകൊണ്ട് നമ്മൾ പഠിക്കുന്നില്ലേ, ബാക്ടീരിയയിലൊക്കെ റെസ്പിറേഷനൊക്കെ സഹായിക്കുന്ന ഭാഗം ആണ് മീസോസോം എന്നൊക്കെ പറഞ്ഞാൽ. അതേപോലെ സെൻട്രോസോം എന്നൊക്കെ പറഞ്ഞാൽ എന്താ, സെൽ ഓർഗനലാണ്. സെൻട്രിയോൾ, സെൻട്രോസോം ആണ് സെൻട്രിയോൾസ് എന്ന് പറയുന്ന 2 പാർട്ടായി മാറുന്നത്, ആനിമൽ സെൽസിൽ കാണുന്നതാണ് എന്നൊക്കെ പറയുന്ന സാധനമാണ് സെൻട്രോസോം. എല്ലാം കൺഫ്യൂസിങ് ഓപ്ഷൻ ആണ്. ഇവിടുത്തെ ആൻസർ ന്യൂക്ലിയോസോം ആണ്, കാണാം. ഓക്കെ, ഇത് എവിടെയുണ്ട്. നെഗറ്റീവ്ലി ചാർജ്ഡ് DNA റാപ്ഡ് അറൗണ്ട്, കണ്ടല്ലോ ഈ ചിത്രം DNA-നെയാണ് കാണിക്കുന്നത്. അപ്പൊ നടുക്ക് ഈ ബോൾ പോലെ വെച്ചിരിക്കുന്ന ഇതിനെയാണ് പ്രോട്ടീനെ കാണിച്ചിരിക്കണം, അമിനോ ആസിഡ് ചേർന്ന്. പോസിറ്റീവ് ചാർജ് ഉള്ളതാണ് ഹിസ്റ്റോൺ ഒക്ടാമർ എന്ന് പറഞ്ഞാൽ 8ഓളം ചെറിയ ചെറിയ യൂണിറ്റുകൾ ചേർന്നിട്ടാണ് ഒരു റൗണ്ട്, കംപ്ലീറ്റ് റൗണ്ട്. ഇതിപ്പോ ഒറ്റ റൗണ്ടായി കാണിച്ചാലും അതിൽ 8ഓളം കുഞ്ഞു പ്രോട്ടീനുകളുണ്ട്. ഓക്കെ, അതാണ് ഹിസ്റ്റോൺ ഒക്ടാമർ എന്ന് പറയുന്നത്. എന്നിട്ട് ഒരു സ്ട്രക്ചർ ഫോം ചെയ്യുന്നു, ന്യൂക്ലിയോസോം എന്നാണ് പറയാ. ഇങ്ങനെയാണ് നമ്മൾ DNA കാണപ്പെടുന്നത്. DNA എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ വരച്ചാൽ പോലും ആ DNA ആക്ച്വലി ഒരു ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ നോക്കുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ, എന്നിട്ട് ഒരു ബീഡ് പോലെ ഇങ്ങനെയാണ് അല്ലെ, ഒരു മാല കോർത്തത് പോലെയാണ് ഉണ്ടാവുക. ഇതാണ് DNA ഭാഗം. ഇതെന്താണ്, ഇത് ന്യൂക്ലിയോസോമിന്റെ ഈ ഭാഗത്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ നോട്ട് ചെയ്യുക. ഇതിന്റെ പേരാണ് ന്യൂക്ലിയോസോം എന്നാണ് പറയാം. റെഡി, ക്ലിയർ, ഓക്കെ അല്ലേ? യെസ്. അപ്പൊ എന്തായാലും നമ്മൾ പ്രീവിയസ് ആയിട്ട് ചോദിച്ച അത്യാവശ്യം കുറച്ച് കേട്ടിട്ട് കാറ്റഗറി 3 തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ പഠിക്കുമ്പോൾ സിലബസ് അനുസരിച്ച് പറയുമ്പോൾ +1 വരുന്ന NCERT ടെക്സ്റ്റിൽ വരുന്ന ബോട്ടണി സുവോളജി ഭാഗത്തു നിന്നുള്ള എല്ലാ ചാപ്റ്റേഴ്സും തന്നെയാണ് സിലബസിൽ എടുത്ത് പറയുന്നത്. അപ്പോൾ അതങ്ങനെ തന്നെ പഠിക്കേണ്ടി വരും. അതേപോലെ +2 ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങളും എന്തായാലും മിനിമം നമ്മൾ പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ, റെഡി അല്ലേ? അപ്പൊ എന്തായാലും ഇന്ന് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുകയാണ്. ഇതുപോലുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് വീണ്ടും കാണാം. Thank you.